ലഹരി മാഫിയക്കെതിരെ ശക്തമായ സന്ദേശവുമായി കൊച്ചി സിറ്റി പോലീസ്. മട്ടാഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ലഹരി വിരുദ്ധ ബുള്ളറ്റ് റാലി മട്ടാഞ്ചേരി ACP CR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് തോപ്പുംപടിയിൽ റാലി സമാപിച്ചു. തുടർന്ന് ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഉദ്ഘാടനം കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് നിർവഹിച്ചു. കൊച്ചി സിറ്റി പോലീസ് മട്ടാഞ്ചേരി പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണം തോപ്പുംപടി BM സെന്ററിൽ കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. നാടിൻ്റെ സ്വപ്നം നമ്മുടെ പുതിയ തലമുറയാണ്, നമ്മുടെ മക്കളാണ്. അവരുടെ ഭാവിയും നമ്മുടെ നാടിൻ്റെ ഭാവിയും സ്വപ്നം കാണുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ സ്വപ്നങ്ങൾക്ക് മേൽ കരുതലിൽ വീഴ്ത്തുന്ന നടപടിയാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മയക്കുമരുന്നിൻ്റെ വ്യാപനമാണ്. ഓരോ കാലഘട്ടങ്ങളിലും ആ കാലഘട്ടങ്ങളിലെ തലമുറകൾ സ്വാധീനിക്കപ്പെടുന്ന ദുഷ്ടരീതികൾ ഉണ്ടാകാറുണ്ട്. അതിനെതിരെ സമൂഹം മുഴുവൻ നടപടിയെടുക്കുകയും ചെയ്യും. UDF സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായി ചാർജെടുത്ത രമേശ് ചെന്നിത്തല ആദ്യം ചെയ്തത് ലഹരിയുടെ വ്യാപനം ഇല്ലാതാക്കുകയും അടിവേരറുക്കുകയും ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതായിരുന്നുവെന്ന് MLA പറഞ്ഞു. നാടിന്റെ സ്വപ്നം പുതിയ തലമുറയാണ്. ആ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തുന്ന നടപടിയാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. MDMAയും ബ്രൗൺ ഷുഗറും പോലെയുള്ള ദിവസങ്ങളോളം ആസക്തി നൽകുന്ന ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുമ്പോൾ മാതാപിതാക്കളും സമൂഹവും ദുഃഖത്തോടെ തലകുനിച്ച് നിൽക്കേണ്ടിവരുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിയുന്നതെന്നും MLA പറഞ്ഞു. മട്ടാഞ്ചേരി ACP CR സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൊച്ചി നിയോജക മണ്ഡലത്തിന്റെ ഈ അവയർനെസ് പ്രോഗ്രാമുകളുടെ ബാക്കി കണ്ടിന്യൂഷൻ ആണ്. ഇവിടെയാണ് ഇന്നത്തെ ഉദ്ഘാടനത്തിന് ശേഷം ഓരോ സ്റ്റേഷൻ വൈസും ഓരോ സ്കൂൾ വൈസും പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കും. പോലീസ് ഉദ്യോഗസ്ഥരുടെ ലഹരി വിരുദ്ധ ബുള്ളറ്റ് റാലി മട്ടാഞ്ചേരി ACP CR സന്തോഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മട്ടാഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച റാലി ഫോർട്ട് കൊച്ചി ചെല്ലാനം പള്ളുരുത്തി വഴി തോപ്പുംപടി BM സെന്ററിൽ സമാപിച്ചു. ഡിവിഷൻ കൗൺസിലർ ജോസഫ് സുമിത്, SBI റീജിയണൽ മാനേജർ രഞ്ജിനി R തുടങ്ങിയവർ സംസാരിച്ചു. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജനപ്രതിനിധി ആയപ്പോഴാണ് ലഹരിയുടെ വിപത്ത് നമ്മുടെ സമൂഹത്തെ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്നുള്ള പച്ചയായ സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലരും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ അടുത്ത് സഹായം ചോദിക്കുമ്പോഴാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ മാത്രമല്ല, നമ്മുടെ വിദ്യാലയങ്ങളിൽ മാത്രമല്ല, സ്ഥാപനങ്ങളിൽ മാത്രമല്ല, കുടുംബ ബന്ധങ്ങളെപ്പോലും ഉലയ്ക്കുന്ന രീതിയിൽ ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നമ്മൾ അമർന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗേൾസ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ മൈമും ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. കേരള പോലീസിലെ സോഫ്റ്റ് സ്കിൽ ട്രെയിനറും ഡി അഡിക്ഷൻ കൗൺസിലറുമായ ഷിബിൻ ഷാജി വർഗീസ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ഒരു രാജ്യത്തിന്റെ, ഒരു രാഷ്ട്രത്തിന്റെ യുവ ജനങ്ങളാണ് ആ രാജ്യത്തിന്റെ സമ്പത്ത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.